മാന്യ പ്രേക്ഷകരെ, എവരിത്തിങ് ഹാപ്പൻസ് ചാനലിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പത്തനംതിട്ടയിലും റാന്നി ആറന്മുളയിലുമൊക്കെ പെയ്തത് 5 ഇരട്ടി മഴ എന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. പെട്ടെന്നുണ്ടായ ഈ കാലവർഷക്കെടുതി എല്ലാ മനുഷ്യരെയും ദുരിതത്തിലാക്കിയിരിക്കുകയാണ്. ഓണം സെലിബ്രേഷന് വേണ്ടി സ്വരൂപിച്ചു വെച്ചിരുന്ന വസ്തുവകകളും കച്ചവട സാമഗ്രികളും എല്ലാം തന്നെ നശിപ്പിക്കപ്പെട്ടു. ധാരാളം പേരുടെ വീടും സ്ഥലവും പെരും മഴയിൽ ഒലിച്ചുപോയി. ഗവൺമെൻറ് ഊർജിത സത്വര നടപടികൾ ഇപ്പോൾ ചെയ്യുമെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. വീട് പൂർണ്ണമായി നഷ്ടപ്പെട്ടവർക്ക് 6 ലക്ഷം രൂപയും വീടും സ്ഥലവും നഷ്ടപ്പെട്ടവർക്ക് 12 ലക്ഷം രൂപയും ധനസഹായം ഗവൺമെൻറ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ വീട് ശുചീകരണത്തിനായി വീട്ടിൽ നാശനഷ്ടം വന്നവർക്ക് ഉടനടി 10,000 രൂപയും ഗവൺമെൻറ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ധാരാളം പേർ ഇപ്പോൾ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുന്നു. ഒരുപാട് ജനങ്ങൾ വീട് വിട്ടുപോകാതെ രണ്ടാം നിലയിൽ ഒക്കെ കയറി അവർ താമസിക്കുകയാണ്. കഴിഞ്ഞ പെരുമഴക്കാലത്ത്, കഴിഞ്ഞ 2018 പ്രളയകാലത്ത് മുങ്ങിപ്പോയ വീടുകളിൽ രണ്ടാം നിലയിൽ വരെ വെള്ളം വന്ന വീടുകളിലൊക്കെ നിന്നവരാണ് ഇപ്രാവശ്യം അത്രയൊന്നും സംഭവിക്കില്ല എന്ന് കരുതി വീട് വിട്ട് പോകാൻ അവർ താല്പര്യപ്പെടാത്തത്. എങ്കിലും ലോക്കൽ ഗവൺമെൻറ്റും ഗവൺമെൻറ് അതോറിറ്റികളും പഞ്ചായത്ത് അതോറിറ്റികളും അവരെ നിർബന്ധപൂർവം അവരോട് സേഫായിട്ടുള്ള ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് മാറുവാൻ നിർബന്ധിക്കുന്നുണ്ട്. ചിലരൊക്കെ മടിച്ചാണെങ്കിലും ദുരിതാശ്വാസ ക്യാമ്പിലെ സേഫ്റ്റിയിലേക്ക് മാറുന്നു. ചിലർ നല്ല വീടുകളാണ്, ഉറപ്പുള്ള വീടുകളാണ്, രണ്ടാമത്തെ നിലയിൽ കയറി രക്ഷപ്പെടാം, വെള്ളം അധികം ഉയരുകയില്ല, രണ്ടാം നില വരെ എത്തുകയില്ല എന്ന കാൽക്കുലേഷനിൽ അവർ രണ്ടാം നിലയിൽ ധാരാളം പേർ ഇപ്പോഴും കഴിയുകയാണ്. എങ്കിൽ രാത്രിയായി കഴിഞ്ഞാൽ കമ്മ്യൂണിക്കേഷൻ വെളിച്ചമില്ലായ്മയും വൈദ്യുതിയില്ലായ്മയും കമ്മ്യൂണിക്കേഷൻ്റെ ബുദ്ധിമുട്ടും ഇടവഴികളിൽ കൂടെ വീടുകളിൽ എത്തിപ്പെടാനുള്ള ബുദ്ധിമുട്ടുമൊക്കെ വീണ്ടും മഴ മുന്നറിയിപ്പാണുള്ളത്. രാത്രിയിൽ ഇപ്പോഴും മഴ തുടർച്ചയായി പെയ്തുകൊണ്ടിരിക്കുകയാണ്. തുടരുന്ന പെരുമഴ ദുരിതം തീർത്തുകൊണ്ടിരിക്കുകയാണ്. വളർത്തുമൃഗങ്ങളും വസ്തുവകകളും എല്ലാം തന്നെ എല്ലാവരുടെയും നാശത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് മഴയിൽ. റാന്നിക്ക് ശേഷം റാന്നിയിലെ വെള്ളം ആറന്മുളയിലേക്കാണ് പോകുന്നത്. ആറന്മുള ക്ഷേത്രത്തിന് ചുറ്റും വെള്ളം പൊങ്ങിയിരിക്കുകയാണ്. ഈ വെള്ളം അവിടെ വളരെ താമസിച്ച് വളരെ പതുക്കെയാണ് ആറന്മുളയിൽ നിന്നും വെള്ളം വാർന്നു പോകുന്നത്. അതിനാൽ റാന്നിയിൽ വെള്ളം പെട്ടെന്ന് കയറും, പെട്ടെന്ന് ഇറങ്ങും. പക്ഷേ ആറന്മുളയിൽ വെള്ളം പൊങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ വളരെ സാവധാനമാണ് വെള്ളം ഇറങ്ങിപ്പോകുന്നത്. അതോടൊപ്പം തന്നെ ചെറിയ ചെറിയ ജലവൈദ്യുത പദ്ധതികൾ വെള്ളം കൂടുന്നതിനനുസരിച്ച് തുറന്നു വിടുന്നുണ്ട്. അതുമൊക്കെ പമ്പയാറ് നിറഞ്ഞ് റാന്നിയിലേക്കും ആറന്മുളയിലേക്കുമൊക്കെ ഉള്ള വെള്ളത്തിൻ്റെ നിരപ്പ് ഉയർത്തുകയാണ്. ഏതാണെങ്കിലും രാത്രിയിലും പകലും ഒക്കെ ജനങ്ങൾ അതീവ ജാഗ്രത പാലിക്കേണ്ടതാണ്. വളരെയധികം 10-15 ജീവൻ നഷ്ടപ്പെട്ടു, കുറേ ആളുകളെ കാണാതായിരിക്കുന്നു. ധാരാളം വസ്തുവകകളും വീടുകളും നശിക്കപ്പെട്ടു. ഇതെല്ലാം കോമ്പൻസേറ്റ് ചെയ്യുവാൻ ഗവൺമെൻറ്റിനെ കൊണ്ട് പോലും കഴിയുകയില്ല. എങ്കിലും എല്ലാവിധ കലാമിറ്റികളും ഈ മഴ ദുരിതങ്ങളും ആളുകൾ ഫേസ് ചെയ്തേ പറ്റൂ. പ്രകൃതിയുടെ വികൃതിയാണ്. പ്രകൃതിയെ വെല്ലുവിളിക്കാനൊന്നും മനുഷ്യരായിട്ടില്ല. ഈ സഡൻ വെള്ളപ്പാച്ചിൽ, അതായത് സഡൻ റെയിൻ, പെട്ടെന്ന് ഉണ്ടാകുന്ന റെയിൻ ബേസ്റ്റ് ആണ് ഇതിന് കാരണം. അത് കാലാവസ്ഥ വ്യതിയാനത്തിൻ്റെ ഫലമായിട്ടാണ്. യൂറോപ്യൻ രാജ്യങ്ങളിൽ ഇപ്പോൾ അതിഭയങ്കരമായ ചൂട്, ആ ചൂട് മൂലമുണ്ടാകുന്ന കാലാവസ്ഥ വ്യതിയാനങ്ങളും അതോടൊപ്പം തന്നെയുള്ള മനുഷ്യപരമായ കാർബൺ ഡിപ്പോസിറ്റും ചൂട് കൂടുതലുമൊക്കെയാണ് ഈ വക കാലാവസ്ഥ വ്യതിയാനത്തിന് മാറ്റം. അതുപോലെ മണലുകൾ നദികളിൽ മണൽ അടിഞ്ഞുകൂടി വെള്ളം പോകുന്നതിന് സാധിക്കുന്നില്ല. ആ മണലുകളൊക്കെ നീക്കം ചെയ്ത് കഴിഞ്ഞാൽ വെള്ളം ധാരാളം നദികളിൽ കൂടെ പോവുകയും പരന്നൊഴുകുന്നത്
കവിഞ്ഞൊഴുകുന്നത് നിൽക്കുകയും ചെയ്യും. അതാണ് ഒരു മുഖ്യ കാരണം. ഇപ്പോൾ റീസെൻ്റ് വർഷങ്ങളിൽ നദിയിലെ മണൽ വാരൽ അങ്ങനെ നടക്കുന്നില്ല. അല്ലെങ്കിൽ പഴയ പുരാതന കാലം മുതൽ തന്നെ ധാരാളം ജനങ്ങൾ ഈ മണൽ വാരി ആയിരുന്നു ജീവിച്ചിരുന്നത്. ആ മണൽ വാരൽ മുഖേന സമൂഹത്തിനും സംസ്ഥാനത്തിനും തന്നെ ഒരു നേട്ടമായിരുന്നു. അതൊക്കെ ഇല്ലാതായതാണ് ഈ വക കാലാവസ്ഥാ വ്യതിയാനത്തിന് കാരണം. താഴ്ന്ന പ്രദേശങ്ങളിൽ അതോടൊപ്പം തന്നെ താഴ്ന്ന പ്രദേശങ്ങളിലെ വീട് നിർമ്മാണവും ശക്തിമത്തമാക്കേണ്ട ആവശ്യകതയാണ് ഇതൊക്കെ ചൂണ്ടിക്കാണിക്കുന്നത്. എന്തായാലും പാല, റാന്നി മുതലായ സ്ഥലങ്ങളിൽ പടിഞ്ഞാറൻ മേഖലകളിലെല്ലാം വെള്ളക്കെട്ടുകളാണ്. ഈ തുടരുന്ന പെരുമഴയ്ക്ക് ചില സമയങ്ങളിൽ കുറച്ച് മഴയില്ല എങ്കിലും വെള്ളത്തിൻ്റെ ലെവൽ താഴുന്നില്ല. കാഞ്ഞിരപ്പള്ളി താലൂക്കിലൊക്കെ വളരെ നാശമാണ്. ജനങ്ങൾ ആദിയിലാണ്. ജനങ്ങളുടെ ആദി ഒഴിയുന്നില്ല. ഇങ്ങനെ തുടരുന്ന പെരുമഴ ഇനി ഇടയ്ക്ക് ശമനമുണ്ടാവും, വീണ്ടും മഴ ഉണ്ടാകുമെന്നൊക്കെയാണ് കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രം പറയുന്നത്. എന്താണേലും ജനങ്ങൾ ജാഗ്രത പാലിക്കണം. അതോറിറ്റിയുടെ അറിയിപ്പുകൾ അംഗീകരിക്കണം. നന്ദി, നമസ്കാരം സുഹൃത്തുക്കളെ. ഐ എം ക്യാപ്റ്റൻ ഗ്രാൻഡ് മാസ്റ്റർ ഷാജി മാത്യു. ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.